മുംബൈയിലെ പ്രമുഖ ടാക്കുള്ളി മുത്തപ്പൻ ട്രസ്റ്റിന്റെ വനിതാ വിഭാഗം ഒത്തുയർന്ന കൈകൊട്ടി കളി സംഘം 1.5 പതിറ്റാണ്ട് പൂർത്തിയാക്കുകയാണ്. ഇപ്പോഴത്തെ 100ാമത്തെ വേദി പിന്നിടാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഈ കലാകാരികൾ. ലോകമെമ്പാടുമുള്ള മലയാളി ഡയസ്പോറയുടെ സാംസ്കാരിക തുടിപ്പുകളിൽ കൈകൊട്ടിക്കളി ഒരു അനിവാര്യതയായി അടയാളപ്പെട്ടിരിക്കുന്നു. സെറ്റ് സാരിയും മുല്ലപ്പൂ ചൂടിയ മുടിയഴകും കേരളത്തെ എടുത്തണിഞ്ഞ സാംസ്കാരിക ബിംബമായി ഈ പാരമ്പര്യ സംഘനൃത്തത്തെ മറുനാടൻ മലയാളി ചേർത്ത് പിടിച്ചിരിക്കുന്നു. മുംബൈയിലെ പ്രമുഖ ടാക്കുള്ളി മുത്തപ്പൻ ട്രസ്റ്റിന്റെ വനിതാ വിഭാഗത്തിലെ കലാകാരികൾ ഒത്തുചേർന്ന കൈകൊട്ടിക്കളി 1.5 പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ 100ാമത്തെ വേദിയാണ് ഇക്കഴിഞ്ഞ ദിവസം പിന്നിട്ടത്. മുൻപിലുണ്ടായ മകനെ കാണാൻ ചുട്ടോരടയുമീടിയ വീലും വട്ടത്തിൽ വാർപ്പുള്ളോരപ്പങ്ങളും. മുത്തപ്പൻ മടപ്പുര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് ഇങ്ങനെ: നമ്മുടെ മുത്തപ്പൻ കൂട്ടായ്മ പറഞ്ഞാൽ ഈ നാടും നഗരവും എല്ലാം ഒന്നിച്ചു വരുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ മലയാളികൾ മാത്രമല്ല, ഇവിടുത്തെ നാട്ടുകാരും എല്ലാവർക്കും ഒരു ആഘോഷമാണത്. തരുണിമാരൊരുമിച്ചു കളിക്കുമ്പോൾ സരസ്വതി എഴുന്നള്ളി കളിച്ചിടണം കളിച്ചിടണം. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല ആഗ്രഹമാണ്. കൈകൊട്ടിക്കളി പറഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ അല്ലേ. പണ്ടാർ കൂഴലി ബാലി കണ്ടായോ നീ സീതേ വണ്ടാർ കൂഴലി ബാലി. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൂടെ കൂടും. കുട്ടികൾ ആദ്യം ഡാൻസ് പഠിച്ചു, പിന്നെ അതിന് ചോടെ നമ്മളും പഠിച്ചു. അപ്പൊ അതെ, അങ്ങനെയാ. കണ്ടാലധികം മോഹം ഉണ്ടാകുന്ന പൊന്മാൻ. ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ അജിത ബാലകൃഷ്ണനാണ്. കാന്തി കാന്തരാഠത്തിൽ അന്തിപത്തിൽ വന്നു. ഇത്രയധികം വേദികളിൽ അവതരിപ്പിച്ചിട്ടും ഓരോ വേദിയും പുതുമയുള്ളതാക്കാൻ 8 അംഗ സംഘ കലാകാരികൾ കഠിനയത്നം ചെയ്യുന്നു. ചെറുതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് അങ്ങനെ കൂടി ഇപ്പൊ പല സ്ഥലത്തും നമുക്ക് അങ്ങനെ വേദികൾ കിട്ടിയിട്ടുണ്ട്. മാതൃഭൂമി മത്സരത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിനിടെയാണ് ഈ സർഗാത്മക യാത്രയുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഇവർ പങ്കുവച്ചത്. തിരക്ക് പിടിച്ച ജീവിതം നയിക്കുമ്പോഴും കേരളീയ സംസ്കാരവും പൈതൃകവും ചേർത്ത് പിടിക്കുന്നവരാണ് മുംബൈ മലയാളികൾ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും.